രാജ്യം കടന്നുപോകുന്ന സാഹചര്യം തരണം ചെയ്യാൻ എല്ലാവരും വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് പനാമയിലെ ബിഷപ്പുമാർ. മെയ് 5-നാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നതിനൊപ്പം സെൻട്രൽ അമേരിക്കൻ പാർലമെന്റിലേക്കുള്ള 20 ഡെപ്യൂട്ടികൾ, നാഷണൽ അസംബ്ലിയിലേക്കുള്ള 71 ഡെപ്യൂട്ടികൾ, 81 ജില്ലാ മേയർമാർ, 702 ടൗൺഷിപ്പുകളുടെ പ്രതിനിധികൾ, 11 കൗൺസിലർമാർ എന്നിവരും തിരഞ്ഞെടുക്കപ്പെടും. ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികളെയും അധികാരികളെയും തിരഞ്ഞെടുക്കാൻ പൊതുജനം പ്രതിജ്ഞാബദ്ധരാണെന്നും മെത്രാൻമാർ പ്രസ്താവിച്ചു. അതോടൊപ്പം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നടക്കുന്നതിനായി മെയ് 2-ന് രാജ്യത്തെ എല്ലാ ഇടവകകളിലും വിശ്വാസികൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നും ബിഷപ്പുമാർ ആഹ്വാനം ചെയ്തു. നാടിനെ മികച്ച രീതിയിൽ നയിക്കാൻ കഴിവുള്ളയാൾ തിരഞ്ഞെടുക്കപ്പെടാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന വാക്കോടെയാണ് പ്രസ്താവന അവസാനിക്കുന്നത്. 1600കളിൽ അനേകായിരങ്ങളുടെ ജീവനെടുത്ത പ്ലേഗ് മഹാമാരിയുടെ വ്യാപനം അവസാനിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ബഹുമാനാർത്ഥം സ്ഥാപിതമായ ദേവാലയമാണ് വെനീസിലെ സാന്താ മരിയ ദെല്ലാ സലൂത്തെ എന്ന ആരോഗ്യമാതാവിന്റെ ദേവാലയം. ലാ സല്യൂട്ട് എന്നറിയപ്പെടുന്ന ഈ ദേവാലയം വെനീസിലെ ഏറ്റവും ആകർഷകമായ ഗ്രാൻഡ് കനാലിൽ അഥവാ കനാൽ ഗ്രാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ദേവാലയമാണിത്. അനേകം പേരുടെ ജീവനെടുത്ത പ്ലേഗ് എന്ന മഹാമാരിയുടെ ക്രൂരതയെ അഭിമുഖീകരിച്ച പാത്രിയാർക്കീസ് ജിയോവാനി ടൈപ്പോളോ അന്നാളുകളിൽ ഒരാഴ്ചത്തെ പൊതു പ്രാർത്ഥനയ്ക്ക് ഉത്തരവിട്ടു. വിശുദ്ധ ലൂക്ക വരച്ചതെന്ന് കരുതപ്പെടുന്ന പരിശുദ്ധ മറിയത്തിന്റെ ഐക്കൺ ചിത്രം വഹിച്ചുകൊണ്ട് 15 ശനിയാഴ്ചകളിൽ പ്രദക്ഷിണമായി പ്രാർത്ഥിച്ചു. 2 വർഷത്തിനുള്ളിലാണ് പ്ലേഗ് അവസാനിക്കുന്നത്. വിശുദ്ധ ദമ്പതികളായ യുവാക്കീമും അന്നയും പരിശുദ്ധ കന്യാമറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചതിന്റെ ഓർമ്മ തിരുനാളാണ് പരമ്പരാഗതമായി ഇവിടെ ആഘോഷമായി കൊണ്ടാടുന്ന തിരുനാൾ. അതിനാൽ എല്ലാ വർഷവും മാതാവിനെ സമർപ്പിച്ച ഓർമ്മ ദിനമായ നവംബർ 21 വെനീസിലെ പൊതു അവധി ദിനമാണ്. ഗ്രാൻഡ് കനാലിന് മുകളിലൂടെ ആരോഗ്യമാതാവിന്റെ ദേവാലയത്തിലേക്ക് സുഗമമായി എത്തിച്ചേരുന്നതിനായി മനോഹരമായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും നിർമ്മിച്ചിട്ടുണ്ട്. 100 കൊല്ലം മുൻപ് ഒട്ടോമൻ തുർക്കികൾ നടത്തിയ വംശഹത്യയെ അതിജീവിച്ച അർമേനിയൻ ക്രൈസ്തവർ ഇന്നും നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. ഈ ആഴ്ചയാണ് അർമേനിയൻ വംശഹത്യയുടെ 109ാം വാർഷികം ലോകമെമ്പാടും ആചരിക്കപ്പെട്ടത്. അർമേനിയൻ വംശഹത്യ ഒരോർമ്മ ദിനം മാത്രമല്ല, മറിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന ഒരു ചരിത്ര നിമിഷമായിട്ടാണ് തോന്നുന്നതെന്ന് ഒരു ചാനൽ പരിപാടിയിൽ അർമേനിയൻ ആക്ടിവിസ്റ്റായ സിമോണി റിസ്കുള്ള പറഞ്ഞു. 1915 നടന്ന അർമേനിയൻ വംശഹത്യയിൽ 15 ലക്ഷത്തോളം ക്രൈസ്തവർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിനെ അമേരിക്കയടക്കം 30ഓളം രാജ്യങ്ങൾ വംശഹത്യയായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും തുർക്കി ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. 100 കൊല്ലം മുൻപ് നടന്ന വംശഹത്യയെ അതിജീവിച്ച അർമേനിയയിലെ ക്രൈസ്തവർ ഇന്നും നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് അർമേനിയയുടെ അയൽ രാജ്യമായ അസർബൈജാൻ നാഗോർണോ കരാബാക്ക് മേഖലയിൽ ആക്രമണം നടത്തി 1 ലക്ഷത്തോളം അർമേനിയൻ വംശജരെ അവരുടെ വീടുകളിൽ നിന്നും തുരത്തിയത്. ഈ നടപടിയെ വംശീയ ഉന്മൂലനം എന്നാണ് ഏതാനും അന്താരാഷ്ട്ര നേതാക്കൾ വിശേഷിപ്പിച്ചത്. അസർബൈജാനും തുർക്കിയും ഇവിടം കൊണ്ട് നിർത്തില്ലെന്നും അർമേനിയ മുഴുവനായി പിടിച്ചെടുക്കുകയാണെന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും സിമോണി റിസ്കുള്ള പറഞ്ഞു. ഏകദേശം 30 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള അർമേനിയ ലോകത്തിലെ ആദ്യത്തെ ക്രൈസ്തവ രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. പെന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ ഇറ്റലിയിലെ വെറോണ നഗരം സന്ദർശിക്കാനൊരുങ്ങി ഫ്രാൻസിസ് പാപ്പ. വെനീസിൽ നിന്ന് ഏകദേശം 75 മൈൽ അകലെയുള്ള വെറോണയിൽ വൈദികർ, അൽമായർ എന്നിവരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് വ്യക്തമാക്കി. റോമൻ പുരാവസ്തുക്കൾ, മധ്യകാല വാസ്തുവിദ്യകൾ, ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നിവയാൽ പ്രസിദ്ധമാണ് വെറോണ. പെന്തക്കുസ്ത ദിനത്തിൽ രാവിലെ വെറോണയിൽ എത്തിച്ചേരുന്ന പാപ്പായെ ബിഷപ്പ് ഡൊമിനിക്കോ പോംബലിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് സാൻ സെനോയിലെ ബസിലിക്കയിലെത്തുന്ന പാപ്പ വൈദികർ, സമർപ്പിതർ, കുട്ടികൾ, യുവജനങ്ങൾ എന്നിവരുമായി സംഭാഷണം നടത്തും. ഇറ്റലിയിലെ 3ാമത്തെ ഏറ്റവും വലിയ ആംഫി തിയേറ്ററായ വെറോണ അരീനയും പാപ്പ സന്ദർശിക്കുന്നുണ്ട്. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള കാസ സിർക്കോണ്ടിരിയയിൽ ജയിൽ സന്ദർശിക്കുന്ന പാപ്പ തടവുകാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കും. മാർ ആന്റണിയോ സ്റ്റേഡിയത്തിൽ പാപ്പായുടെ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയാണ് സന്ദർശനത്തിന്റെ പ്രധാന ആകർഷണം. അന്ന് തന്നെ വൈകുന്നേരത്തോടെ പാപ്പ വത്തിക്കാനിൽ മടങ്ങിയെത്തും. അബുദാബിയിൽ നിർമ്മാണം പൂർത്തിയായ CSI ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നടന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് നഹ്യാൻ നൽകിയ 4 ഏക്കർ സ്ഥലത്താണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ CSI സഭാ വിശ്വാസികൾക്ക് ഇവിടെ ദേവാലയം ഇല്ലാതിരുന്നതിനാൽ
അടുത്തുള്ള സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലുൾപ്പെടെയാണ് ആരാധനകൾ ക്രമീകരിച്ചിരുന്നത്. CSI സഭ അബുദാബിയിൽ പ്രാർത്ഥനകൾ ആരംഭിച്ചതിന്റെ 45-ാം വാർഷികത്തിലാണ് ദേവാലയം തുറന്നതെന്നും ശ്രദ്ധേയമാണ്. മതസൗഹാർദ്ദത്തിന് അബുദാബി പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ് പുതിയ ദേവാലയമെന്ന് CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പറഞ്ഞു. അടുത്തിടെ പണി കഴിപ്പിച്ച ഹൈന്ദവ ക്ഷേത്രത്തിന് അഭിമുഖമായാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. അനുമതി ലഭിച്ചാൽ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കും ഇവിടെ ആരാധനയ്ക്ക് അവസരമൊരുക്കുമെന്ന് ഇടവക പ്രതിനിധികൾ പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.